വാ. എന്തുണ്ട് വിശേഷം? സുഖാണോ? ഡോക്ടറെ ആരും കണ്ടെന്നില്ലല്ലോ. കണ്ടാലിപ്പോ എന്താ, എന്റെ കൂടെയല്ലേ മോള് വരുന്നത്. ഡോക്ടറെ, ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ നിങ്ങളാ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. അങ്കിൾ ഇതറിയുമ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പം അങ്കിളാ. ഞാനതിന് കുറ്റമൊന്നും പറയില്ല. ഞാൻ അവരോട് ചെയ്തത് അത് വെച്ച് നോക്കുമ്പോൾ എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയാൽ പോരാ. ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. മനസ്സ് ശാന്തമായിട്ടിരിക്കേണ്ട സമയമായിപ്പോ. ഒരു കണക്കിന് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ നന്നായി. എല്ലാം അവസാനിച്ച് പെട്ടെന്ന് തന്നെ മടങ്ങി പോവാലോ. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ വിശാൽ. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. അത് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേ. എനിക്കറിയാം എനിക്കിനി എത്ര നാൾ കൂടി ഉണ്ടെന്ന്. അതിനുമുമ്പ് എല്ലാവരോടും ഒരിക്കൽ കൂടി മാപ്പ് പറയണം. അക്ഷര, അങ്കിൾ, അവരുടെയൊക്കെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം അത് മാറ്റാൻ ശ്രമിക്കണം. പിന്നൊരു സങ്കടം, അത് മമ്മയെക്കുറിച്ച് ഓർത്താ. പാവം എൻ്റെ മമ്മ എല്ലാവരും നഷ്ടപ്പെട്ട് ആരുടെയെങ്കിലും കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടിലായി ഈ വയസ്സാം കാലത്ത്. എല്ലാവരെയും നഷ്ടപ്പെട്ടില്ലല്ലോ. മകനിപ്പോഴും ഉണ്ടല്ലോ, നാളെ ഉണ്ടായിരിക്കും. നിങ്ങൾ നല്ലൊരു ഡോക്ടറാണ്, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. മരണം തൊട്ടടുത്ത് നിൽക്കുമ്പോഴും ഒരു ഡോക്ടറും രോഗിയോട് പറയാറില്ലല്ലോ എല്ലാം അവസാനിച്ചു എന്ന്. എനിക്കതറിയാം ഡോക്ടർ, അതുകൊണ്ട് എന്നോട് നുണ പറയണ്ട. ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ ഇവളാ എൻ്റെ ലോകം. ഇവളെ കണ്ടോണ്ട് മരിക്കണം. അതിന് സാധിച്ചാ ഞാൻ തൃപ്തനാ. നമുക്കൊരു ഗെയിം കളിക്കാം. ഓക്കെ, ബാഗോടെ വെച്ചോ. ബാ. ഏത് ഗെയിമാണ് വേണ്ടത്? ആ, എവിടെത്തി? വന്നോണ്ടിരിക്കുക. എത്ര സമയം എടുക്കും? അരമണിക്കൂർ. നീ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് വേണം ക്യാഷ് കൈമാറാൻ. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ രണ്ടുപേരും കൊടുക്കും. നീ ആരെയായി പേടിക്കുന്നത്? പലരെ എനിക്ക് പേടിയുണ്ട്. എനിക്ക് ശത്രുക്കൾ ഒരുപാട് പേരുണ്ട്, മാഡത്തിന് ഒരുപാടുണ്ട്. അവരാരെങ്കിലും കണ്ട പ്രശ്നമാ. കൈക്കൂലി വാങ്ങുന്നവര് മാത്രമല്ല, കൊടുക്കുന്നവരും കൊടുക്കും. അതിനകത്ത് കൈക്കൂലിയൊന്നും അല്ലല്ലോ. ആണല്ലോ. നടേശൻ വധക്കേസിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ മാഡം വാങ്ങുന്ന പ്രൊട്ടക്ഷൻ പണമല്ലേ ഇത്? ഇത് കൈക്കൂലി തന്നെ. ശരി ശരി, തർക്കിക്കാനൊന്നും ഞാനില്ല. എവിടെ വെച്ച് കാണാന്ന് പറ. ക്ലബ് ജംഗ്ഷനിലെ ഉവ്വ്, അതിനടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വെച്ച് കാണാം. അവിടെയാകുമ്പോ ക്യാമറകളൊന്നും ഉണ്ടാവില്ല. അവിടെ വെച്ച് നമ്മൾ തമ്മിലുള്ള കണക്കുകൾ മുഴുവനും തീർക്കാം. ശരി, ഞാൻ വരാം. തനിച്ചേ വരാവൂ. അതെന്താ, അവിടെ വെച്ച് എന്നെ കൊല്ലാനോ മറ്റോ പരിപാടിയുണ്ടോ? കൊല്ലാനോ? ഞാനോ? അങ്ങനെ ആയിരുന്നെങ്കിലേ ഇത്രയും വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ മാഡം. നേരത്തെ അങ്ങ് നടത്തിയാ പോരായിരുന്നു. നിന്നെ അങ്ങനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ചതിയനാ നീ. നീ പാല് തരുന്ന കൈക്കും കുത്തും, തരാത്ത കൈക്കും കുത്തും. എനിക്കിപ്പൊ പാകയൊന്നുമില്ല മാഡം.
അതുകൊണ്ട് വിഷവും ധൈര്യമായിട്ട് പോന്നു. ക്യാഷും വാങ്ങി വേഗം തിരിച്ചു പോവാം. എന്നാ വെച്ചോ, ഗ്രൗണ്ടിൽ കാണാം. ശരി. അച്ഛാ, ഈ ബാങ്കിലാണോ അക്കൗണ്ട്? അതെ. ആഹാ, ഇവിടുത്തെ മാനേജറെ എൻ്റെ ഒരു ഫ്രണ്ടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങള് ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി വന്നതാ. ഒരു ലോൺ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനും വരാം. പരിചയം ഉണ്ടെങ്കിലേ ഗ്രാം റേറ്റ് കൂടുതൽ തരാൻ സാധ്യതയുണ്ട്. ഈ ബാങ്കുകൾക്ക് പല സ്കീമുകളും ഉണ്ടായിരിക്കും. പലതും അവർ നമ്മളോട് പറയാത്തതാ. നമ്മളെ അറിയാമെങ്കിൽ അത് അവർ നമ്മളോട് പറയും. എന്നാ നിങ്ങൾ നടക്ക്, ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. നമസ്കാരം സർ. ഇപ്പൊ കാണാനില്ലല്ലോ. കുറച്ച് തിരക്കാ. പിന്നെ എൻ്റെ ഒരു അടുത്ത ഫാമിലിക്ക് കുറച്ച് ഗോൾഡ് പണയം വയ്ക്കാനുണ്ടായിരുന്നു. പണ്ടത്തെ ആ കൃഷി ലോണൊക്കെ ഇപ്പൊ ഇല്ലേ? സബ്സിഡി കിട്ടുന്ന സ്കീമല്ലേ? അതില്ല. എല്ലാം മിസ്യൂസ് ചെയ്യ ആളുകൾ. അർബൻ ഏരിയയിൽ അതുകൊണ്ട് നിർത്തിക്കളഞ്ഞു. വേറൊരു സ്കീമുണ്ട്, അതിൽ ഉൾപ്പെടുത്താൻ പറയാം. വലിയ ഉപകാരം. സിദ്ധുവായിട്ട് അടുപ്പമുള്ളവർ മുഴുവൻ ഗോൾഡ് പണയം വെച്ചോണ്ടിരിക്കുകയാണല്ലോ. വൈഫും ഫ്രണ്ടും കൂടെ വന്നിരുന്നു. അവർക്ക് കൊടുത്ത അതേ സ്കീം ഇവർക്കും കൊടുക്കാൻ പറയാം. എന്റെ വൈഫോ? അതെ, ചന്ദ്രലേഖ എന്നല്ലേ പേര്. ആ SI റൂബിക്കൊപ്പം വന്നത്. അതും ഇതുപോലെ പണയം വെക്കാനാ വന്നത്, ഒരു മാല. ഏയ്, എന്റെ വൈഫൊന്നും ആയിരിക്കില്ല. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ചിലപ്പോ ആ റൂബി ആയിരിക്കും പണയം വെച്ചത്. വൈഫ് ചിലപ്പോ കൂടെ വന്നതായിരിക്കും. അല്ലെന്നേ, റൂബി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാ വന്നത്. കഴിഞ്ഞു. ആ, നല്ല സ്കീമിൽ തന്നെ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് നല്ല കുറവായിരിക്കും. ഓ, വലിയ ഉപകാരം. സിദ്ധുവും ഞാനും തമ്മിലുള്ള അടുപ്പത്തിന് ഒരുപാട് കാലം പഴക്കമുണ്ട്. അതെ. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. അല്ല, വൈഫ് വന്നെന്ന് പറഞ്ഞല്ലോ. പണയം വെച്ചെന്ന് പറഞ്ഞ മാല, അതെനിക്കത് കാണാൻ പറ്റുമോ? അങ്ങനെ കാണിക്കാറില്ല. സിദ്ധു ആയതുകൊണ്ട് കാണിക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാ. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ